ദൈവത്തിനു മഹത്വം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിപ്പാൻ ഇടവന്നിട്ടുണ്ട്. വീണ്ടും അവിടെ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണല്ലോ ദയ എന്നത്. അതിന് ക്രിസ്റ്റോറ്റൈസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് കാണുവാൻ കഴിയുന്നത്. ദൈവ സ്വഭാവത്തെയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 117 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിൽ ദൈവം കൃപയും കരുണയും ദയയും ഉള്ളവൻ തന്നെ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4:32 ഇവിടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവീൻ എന്നാണ്. അപ്പോൾ ദയയുടെ അതിലടങ്ങിയിരിക്കുന്നതാകുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കുക, തമ്മിൽ ക്ഷമിക്കുക, അന്യോന്യം ക്ഷമിക്കുക ഇത്യാദി കാര്യങ്ങൾ ആ ദയയോട് ചേർന്ന് വരേണ്ടതായ കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദയയുടെ അർത്ഥം കരുണയും ക്ഷമയും നിറഞ്ഞതാണ് എന്ന് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ പത്രോസിന്റെ ചോദ്യത്തിന് മറുപടിയായി ക്രിസ്തു പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുവൻ തന്നോട് പിഴച്ചാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ എന്ന പത്രോസിന്റെ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞതായ മറുപടി, അല്ലെങ്കിൽ ആ സഹോദരൻ പിഴച്ചാൽ 7 അല്ല 70 വട്ടം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 490 വട്ടം, ഒരു ദിവസം 490 പ്രാവശ്യം ഒരുവൻ ആ പിഴച്ചാൽ അവൻ വീണ്ടും അവനോട് ക്ഷമിക്കേണ്ടതായ കാര്യം. അതുകൊണ്ട് 490 പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞ് പിന്നെ ക്ഷമിക്കേണ്ട എന്നല്ല. ഏതായാലും 490 പ്രാവശ്യമൊന്നും അത്രത്തോളം നീണ്ട ഒരു ക്ഷമ അല്ലെങ്കിൽ ആരിലും അത്രത്തോളം കാര്യങ്ങൾ നടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മറ്റവന് അനുതാപം വന്നില്ലെങ്കിലും ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതായ ഒരു അർത്ഥത്തിലാണ് ക്രിസ്തു പത്രോസിനോട് അപ്രകാരം അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. 2 തീമോത്തിയോസിന്റെ ലേഖനം 2:24 കർത്താവിന്റെ ദാസന്മാർ എങ്ങനെയായിരിക്കണം എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ 2 തീമോത്തിയോസിന്റെ ലേഖനം 2:24 ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരിലും വേണ്ടുന്നതായ ഗുണമാണ്. കർത്താവിന്റെ ദാസന്മാരിലും ദൈവജനത്തിൽ മുഴുവൻ, ലോകത്തിൽ മുഴുവൻ മനുഷ്യനുണ്ടായിരിക്കേണ്ടുന്നതായ ഒരു വലിയ ആ കൃപയാണ്, അല്ലെങ്കിൽ ആ ദയ എന്നുള്ളത്. മറ്റുള്ളവരോട് നമ്മൾ ദയ കാണിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഈ ലോകത്തിൽ അനേകർ ദയയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരോടൊക്കെ പരുക്ഷമായി ഇടപെടാതെ, അവരോടൊക്കെ കോപിക്കാതെ, ക്രിസ്തുവിന്റെ ആ മനസ്സലിവ്, ആ ദയ, അത് അവരോട് നാം കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളോടൊരാൾ ദയ കാണിച്ചില്ല എങ്കിൽ നമുക്ക് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ രാഷ്ട്രീയമായ ഇലക്ഷന്റെ സമയമൊക്കെ വരുമ്പോൾ പലർക്കും സീറ്റ് കിട്ടാതെ വരുന്നു. അത് വീണ്ടും ചിലർ കരയുന്നു, ചിലര് കുറച്ചുകൂടി സാമർഥ്യമുള്ളവര് എങ്ങനെയെങ്കിലും ആർഗ്യൂ ചെയ്ത് പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ഒന്നിനും കഴിവില്ലാതെ
ഇരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ലോകത്തിൽ. അപ്പോൾ മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കേണ്ടതും ദയ കാണിക്കേണ്ടതും ആവശ്യമാണ്. അത് എല്ലാ മേഖലകളിലും ഒരുപോലെ ആവശ്യമാണ് എന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, ആ ദയയുള്ളവരായിരിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. നിൻ തിരുമേനിയറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. നിൻ തിരുമേനിയറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. പാപത്തിനധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിനധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോട് രാജ്യത്തിൽ